ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ പ്ലസ് ടു കാരെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് നിരവധി എക്സാംസിന്റെ ഒരു ഘോഷയാത്ര. അതായത് ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാം എല്ലാത്തിന്റെ ഹോൾ ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? കുട്ടികൾക്ക് ഒരു സംശയമുണ്ട്, എന്തിനിപ്പോ പഠിച്ചു തുടങ്ങണം, പ്രാക്ടിക്കൽ പഠിക്കണോ? ക്രിസ്മസ് എക്സാമിന് ഇനി 3 ആഴ്ച പോലും തികച്ചില്ല, ഏത് എക്സാം പഠിച്ചു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ കൺഫ്യൂഷൻ മാറ്റിക്കോ, ടൈം ടേബിൾ അറിഞ്ഞു പഠിക്കാം. ഓരോ ടൈം ടേബിളും അറിഞ്ഞ് പഠിക്കാം അല്ലേ? ചില കുട്ടികൾ അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു എക്സാം ടൈം ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ എക്സാമിനെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കുറെ കുട്ടികളെങ്കിലും കലോത്സവത്തിലൊക്കെ മുങ്ങിയിരിക്കുകയായിരിക്കും. അവരൊക്കെ മനസ്സിലാക്കുക വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മൾക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സാം അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യാ, ഫേസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഡിസൈഡ്, നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു എക്സാം നമ്മൾ ഫേസ് ചെയ്യാൻ പോവാണ്. അതിന് വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഇരുന്നോളൂ, പഠിച്ചോളൂ. അപ്പൊ 9-ാം തീയതി ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. 20-ാം തീയതിയോടെ ഏകദേശം അവസാനിക്കുന്നത് നമുക്ക് കരുതാം. ആൻഡ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ ജനുവരിയിലായിരിക്കും നിങ്ങൾ തിരിച്ചെത്തുക. ഡിസംബർ 31 എന്നൊക്കെ പറയുമ്പോൾ ന്യൂ ഇയറിന്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതൊക്കെ കഴിഞ്ഞ് ജനുവരിയിൽ നിങ്ങൾ തിരിച്ചെത്തുന്നു. അതായത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു 10 ഡേ ഉണ്ട് അവിടെ, ക്രിസ്മസ് വെക്കേഷനിലെ ഡേ. ആ 10 ദിവസവും എവിടെ പോകണ്ട, ടൂറ് കാര്യങ്ങൾക്കൊന്നും പോകണ്ടേ. ആ 10 ദിവസം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താലേ ഫുൾ മാർക്കിലേക്ക് എത്തുള്ളൂ. മക്കളെ, ജനുവരി 22-ന് നിങ്ങളുടെ പ്ലസ് 2 പ്രാക്ടിക്കൽ എക്സാം, പബ്ലിക് എക്സാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള. അത് ലാബിന്റെ മോഡൽ എക്സാം അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് 2 പ്രാക്ടിക്കൽ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് വന്നതാണ്. അതായത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നല്ല പറഞ്ഞു, ഏതെങ്കിലും ഒരു ബാച്ചിന്, സ്കൂളിലെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ബാച്ചിന് 22-ന് ലാബ് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ആഴ്ചകളിൽ ലാബിന്റെ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ജനുവരി 22 തുടങ്ങിയ പ്രാക്ടിക്കൽ എക്സാം ഏകദേശം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെ ഒക്കെ ഉണ്ടാവും. ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ അത് അവസാനിക്കുള്ളൂ. ഒരുപാട് ലാബ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. എല്ലാ ബാച്ചിനും അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഫെബ്രുവരി 10-14 ഒക്കെ ആകും. അത്രയും ദിവസങ്ങളിടയിൽ ഗ്യാപ്പ് നിങ്ങൾ പ്രാക്ടിക്കലിന് വേണ്ടി മാത്രം. ആ ദിവസം 22 മുതൽ ഫെബ്രുവരി 10 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മൈൻഡിൽ പ്രാക്ടിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കൽ പഠിക്കാനുണ്ട്. പിന്നെ ലാബിൽ രാവിലെ മുതൽ ഇത്രയും നേരം ചെലവഴിക്കുമ്പോൾ ക്ഷീണമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷം 2023-24 നിങ്ങളുടെ സീനിയേഴ്സ് മോഡൽ എക്സാം എഴുതിയ ആ ഒരു ടൈം ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വാലന്റൈൻസ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 14-ാം തീയതി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു. 14-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ആണ് സയൻസ് സ്ട്രീമുകാർക്ക് നടന്നത്. തൊട്ടടുത്ത ദിവസം 15-ാം തീയതി ഫിസിക്സ് ഉണ്ടായിരുന്നു, 16-ാം തീയതി മാത്സ്. പടക്കം പൊട്ടുന്നില്ല. 14, 15, 16 അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിലാണ് എക്സാം. അതിനേക്കാൾ വലിയൊരു ശനി ഞായറിന്റെ ഒരു ഗ്യാപ്പ് മാത്രമാണ് ഇടയ്ക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് 20-ാം തീയതിയാണ്. അത് 19-ാം തീയതിയുടെ ബയോളജിയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം 20-ാം തീയതി മോർണിംഗും ആഫ്റ്റർനൂൺ സെക്ഷനിലും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു ദിവസം 2 എക്സാം എഴുതുന്നത്. അത് ലാംഗ്വേജ് ആയാലും ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് ആയാലും ഓക്കെ. പക്ഷെ നമ്മൾ ഒരു ദിവസം 2 എക്സാം എഴുതുകയാണ് എക്സാം ഹാളിൽ ഇരുന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 എക്സാം എഴുതുന്നത് മാത്രമല്ല, ആ എക്സാം എഴുതി വന്ന് പിറ്റേ ദിവസം മോർണിംഗ് തന്നെ കെമിസ്ട്രിയുടെ എക്സാം എഴുതേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒന്നും നടു നീർക്കാനുള്ള സമയം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം പോലും ഗ്യാപ്പ് കൊടുത്തിട്ടില്ല മോഡൽ എക്സാമിന്. മാത്രമല്ല ഒരു ദിവസം 2 എക്സാം കൂടി വന്നിരുന്നു. അപ്പൊ 14-ാം തീയതി ആരംഭിച്ച മോഡൽ എക്സാം ഏകദേശം 21-ാം തീയതിയോടെയാണ് അവസാനിച്ചത്. ഉറക്കത്തിന്റെ ക്ഷീണമൊന്നും പോകില്ല, കാരണം ഉറങ്ങാനുള്ള സമയം നിങ്ങൾക്കില്ല. 14 മുതൽ 21 വരെ ഒരു ദിവസം വ്യക്തമായി ലാംഗ്വേജ് ഒക്കെ ഒരുപാട് എഴുതാനുണ്ട്. ഇംഗ്ലീഷും മലയാളം ഒക്കെ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒരുപാട് എഴുതാനുണ്ട്. ആ എഴുതി ക്ഷീണിച്ച് നിങ്ങൾ ടയേർഡ് ആവും. 2 എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ടയേർഡ് ആവും. ഓക്കെ, അപ്പൊ നമ്മള് ഇതാണ് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കും ഏകദേശം ഇതേ സമയത്ത് തന്നെ ആയിരിക്കും, കാരണം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് വേണം മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ പ്രാക്ടിക്കൽ 22-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിയാനുള്ളൊരു സമയം ആവശ്യമാണ്. ഏകദേശം ഇതേ സമയത്ത് ഇതേ രീതിയിൽ തന്നെ മോഡൽ എക്സാം. നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ ടൈം ടേബിൾ ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഇത് തന്നെയായിരിക്കും. എന്ത് ചെയ്യാം, ഇനിയാണ് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യേണ്ട അടുത്ത ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് 2 പബ്ലിക് എക്സാമിന്റെയും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും. അതായത് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾ ഈ ടൈം ടേബിൾ കയ്യിൽ വെച്ചുകൊണ്ട് പഠിക്കണം. വീട്ടിൽ അവിടെ ചുവരിൽ ഒട്ടിച്ച് വെക്കുക, എന്നിട്ട് ഇത് നോക്കിക്കൊണ്ട് പഠിക്കുക അല്ലെ ഓരോ ദിവസവും. ഇതാണ് ടൈം ടേബിൾ. നോക്കുക, മാർച്ച് 3-ന് തന്നെ പ്ലസ് 2 എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നോക്കുക, ഇവരുടെ എക്സാം എൻഡ് ചെയ്യുന്നത് ഒരു 21-22 ആണെന്ന് കരുതാം നമുക്ക് മോഡല്. വെറും 10 ദിവസമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലെ? ഒന്ന് അറിഞ്ഞ് പഠിക്കാൻ നമുക്ക് കിട്ടുന്നത് വെറും 10 ഡേയ്സ് ആണ്. ആ 10 ഡേയ്സിനുള്ളിൽ മൊത്തം തീർക്കാൻ പറ്റുമോ? ഇല്ല. പഠിച്ചോ, ഇപ്പൊ തുടങ്ങിക്കോ പഠിക്കാൻ. മാർച്ച് 3-ന് +2 ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ട്.
5-ാം തീയതി +2 തന്നെ ഫിസിക്സിന്റെ എക്സാം ഉണ്ട്. വെറും ഒറ്റ ദിവസത്തെ ഗ്യാപ്പാണ് അവിടെ കിട്ടിയത് ഫിസിക്സ്. മാർച്ച് 6 തേഴ്സ്ഡേ വരുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ അത് വലിയൊരു പ്രോബ്ലം ആയി വരില്ല. മാർച്ച് 6 എക്സാം മാർച്ച് 5 ഫിസിക്സ് കഴിഞ്ഞാൽ ഉടനെ മാർച്ച് 7 ബയോളജി ഉണ്ട്. RT+2 ബയോളജി എക്സാം നടക്കുന്നുണ്ട്. +2 ബയോളജി നിങ്ങൾ ആലോചിക്കണേ. മാർച്ച് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ടൈം ടേബിൾ ആണ് പറയുന്നത്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് കുട്ടികൾക്ക് +2 എക്സാമിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നത് നവംബറിലാണ്, ഒക്ടോബറിലാണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു പിള്ളേർ. 5 ദിവസം 6 ദിവസം ഓരോ സബ്ജക്റ്റും ഗ്യാപ്പ് കിട്ടിയിരുന്നു. 1 മന്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്തു. ഒക്ടോബറിൽ ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ഇംപ്രൂവ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷെ ഇത്തവണ മാത്സും ബയോളജിയും ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതിൽ ഏറ്റവും വലിയ ദുരന്തം 7-നും 10-നും അവർ എക്സാം എഴുതി അല്ലെ. ബയോളജിയും കെമിസ്ട്രി ചെയ്തതിനു ശേഷം 11-ാം തീയതി കമ്പ്യൂട്ടർ സയൻസിന്റെ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. പ്രശ്നമാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടില്ല. 7-ഉം 10 എഴുതി 10 കഴിഞ്ഞ് 11-ാം തീയതി പോവാ കുട്ടികൾക്കാണ്. അതേപോലെ 15-ാം തീയതി കെമിസ്ട്രിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. അപ്പോ 15 കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് എക്സാം. ആ ഓരോ ഡേറ്റ് ഒന്ന് നോക്കാം. 17-ാം തീയതി ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന വിഷയമാണ് മാത്സ്. മാത്സിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ നോക്കിക്കോളൂ, 10-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാം ഉണ്ട്. ആൻഡ് 17-ാം തീയതി മാത്സിന്റെ എക്സാം ഉണ്ട്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 17-ാം തീയതി മാത്സ് +2 എക്സാം ഉണ്ട്. 19 വെനസ്ഡേ സെക്കൻഡ് ലാംഗ്വേജ് +2 ആണ്. +2ന്റെ സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. പിന്നെ വേറെ പ്രോബ്ലം മാർച്ച് 20, 22, 25 ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. ബയോളജി, ഫിസിക്സ്, മാത്സ്. ക്ലിയർ അല്ലേ? ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് മാത്സ്. അതേപോലെ +2 മാത്സ് നല്ല ടഫ് ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രിപ്പിൾ ഇവാലുവേഷൻ ആണ് നടക്കുക. എൻട്രൻസിന് ആഡ് ചെയ്യുന്ന മാർക്ക് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലായിരിക്കും അതിന്റെ വാലുവേഷൻ നടക്കുക. ലിബറൽ ആയിരിക്കില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി 19 കഴിഞ്ഞിട്ട് 26-ാം തീയതി നിങ്ങൾ എക്സാം എഴുതാൻ പോകണം. കമ്പ്യൂട്ടർ സയൻസിന്റെ +2 എക്സാം എഴുതാൻ പോകണം. ഈ 19-നും 26-നും ഇടയിൽ മക്കള് 3 ഇംപ്രൂവ്മെന്റ് എക്സാം ഫേസ് ചെയ്യുന്നുണ്ട്. 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇംപ്രൂവ്മെന്റ് എക്സാം. മാത്സ് ആണ് വരുന്നത്. ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ്മെന്റിന് ഇപ്പൊ തന്നെ അപ്ലൈ മോസ്റ്റ് പ്രോബബ്ലി ഒരു 70 to 80% കുട്ടികളും അപ്ലൈ ചെയ്തത് ബയോളജി മാത്സും ആണ് അല്ലേ? അതെ. അപ്പോ +1 എക്സാം, +1-ൽ നിങ്ങളുടെ ജൂനിയേഴ്സ് എഴുതുന്ന അതേ എക്സാം ആണ് +2-ൽ നിങ്ങൾ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ അത്രയും ടഫ് ആയിരിക്കും. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് +2ന്റെ പേപ്പറാണ്. അതും വളരെ ടഫ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ പഠിച്ചെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത്രയും ദിവസമല്ലോ, വളരെ കുറഞ്ഞ സമയം. നമ്മൾ പേടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ കെമിസ്ട്രി പഠിക്കാൻ ശരിക്കും 5 ദിവസം മതി. 5 ദിവസം അറിഞ്ഞിരുന്നാൽ കെമിസ്ട്രി പഠിച്ചു തീർക്കാൻ പറ്റൂലേ? അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്ക് സമയമില്ല. ജനുവരിയിൽ നിങ്ങൾ സ്കൂൾ ഓപ്പൺ ചെയ്ത് വന്നാൽ ഉടനെ ലാബിന്റെ തിരക്ക്, പ്രാക്ടിക്കൽ എക്സാമിന്റെ തിരക്കിലേക്ക് കടക്കും. അത് കഴിഞ്ഞാൽ ഉടനെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മോഡൽ എക്സാം കഴിഞ്ഞാൽ ഉടനെ 3-ാം തീയതി തന്നെ +2ന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 6-ാം തീയതി ഇംപ്രൂവ്മെന്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിനിടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഇല്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓരോ നിമിഷവും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഫുൾ ടൈം ടേബിൾ അറിഞ്ഞു പിടിക്കുക. ഈ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾ ചുവരിൽ ഒട്ടിച്ചിടുക. എന്നിട്ട് ഓരോ ദിവസവും നോക്കിയിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനെ പറ്റി വ്യക്തമായ ഒരു ബോധം വേണം. നിങ്ങൾ ഇതായിരിക്കും നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കും. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു എക്സാം കൂടിയാണ് ഇത് എന്നുള്ള മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം പഠിക്കാൻ. ഫുൾ മാർക്ക് എന്നുള്ള ഇതുവരെ സീരിയസ് ആയിട്ട് എക്സാമിനെ കാണാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, എടാ ഇങ്ങനെയൊക്കെയാണ് ടൈം ടേബിൾ, സോ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക മക്കളെ. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. കാരണം ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓരോ കോണ്ടന്റ് ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്ലാസ്സുകൾ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിളുമായിട്ടായിരിക്കും നമ്മൾ ഉടനെ തന്നെ നിങ്ങളെ. അതുപോലെ നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ. ഷോർട്ട് നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.